ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഇറങ്ങി ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഉറപ്പാവുകയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ഈ ഒരു സിനിമയും ഗംഭീരമായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെ. വൈകുന്നേരമാകുമ്പോൾ അത് ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. മണിക്കൂറിൽ 3000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ എങ്ങും ഓറഞ്ച് മയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. അതെ, ഉച്ചയ്ക്ക് തൊട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ നമ്മൾ കണ്ടപ്പോൾ വളരെ കുറച്ച് മാത്രം ഹൗസ്ഫുള്ളും വളരെ കുറച്ച് മാത്രം ഓറഞ്ച് ഷോസും ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒട്ടുമിക്ക ഷോകളും ഓറഞ്ച് മയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ സിനിമയ്ക്ക് മികച്ച ഒരു അഭിപ്രായം നേടിയെടുക്കാൻ കഴിഞ്ഞു. ആവറേജ് എബോവ് ആവറേജ് എന്നുള്ള കാറ്റഗറിയിലേക്ക് സിനിമ വരികയും, പക്ഷേ മമ്മൂട്ടിയുടെ പ്രകടനം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായി ആളുകൾ പറയുന്നത്. ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഒരു വ്യത്യസ്തത പുലർത്തുന്ന ലെവലിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒപ്പം ഗോകുൽ സുരേഷും മമ്മൂട്ടിയുമായിട്ടുള്ള കോമ്പിനേഷൻ മികച്ച രീതിയിലേക്ക് എത്തുന്നു. ഗൗതം വാസുദേവ മേനോൻ്റെ ഈ ഒരു ഡയറക്ഷൻ ഇതുവരെ ഉള്ളതിൽ നിന്ന് ഏറെ വ്യത്യസ്തത പുലർത്തുന്നു. സിമ്പിളായിട്ടുള്ള നല്ല ഒരു കഥ നല്ല ലെവലിൽ സാധാരണ ലെവലിലേക്ക് കൊണ്ടുവരുന്നു. ഒരു സൂപ്പർ താരം എന്നുള്ള കാര്യങ്ങൾ ഒഴിവാക്കി മമ്മൂട്ടി ഒരു നടനായി മാറുന്ന ലെവലിലേക്കുള്ള സിനിമയായി മാറുന്നു. ഇത് തന്നെയാണ് മുൻനിര താരങ്ങൾ നമ്മുടെ മുൻനിര താരങ്ങൾ കണ്ടുപിടിക്കേണ്ടതും. എന്നും സ്റ്റാർഡം വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് ഒരു വല്ലാത്ത ബേർഡനായി മാറുമെന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു മമ്മൂട്ടി എന്ന നടൻ ആ ഒരു വേലി പൊളിച്ച് ഇപ്പോൾ നടനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു സൂപ്പർ താരം മെഗാതാരത്തിൽ നിന്ന് മമ്മൂട്ടിയുടെ സമീപകാലത്തെ സിനിമകളെല്ലാം തന്നെ നല്ല സിനിമകളിലേക്കുള്ള ചേക്കേറൽ തന്നെയാണ്. അതുതന്നെയാണ് ഏതൊരു നല്ല നടനും വേണ്ടത്. നല്ല നടന്മാരുള്ള മലയാളത്തിൽ സ്റ്റാർഡം വെച്ച് 100 കോടി 200 കോടി എന്ന് പറഞ്ഞു പോകുമ്പോൾ ശരിക്കും ആ ഒരു നടൻ്റെ രണ്ട് കാലിലും ചങ്ങലക്കിട്ട് വരിക്കുന്ന പോലെ തന്നെയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ആ ചങ്ങലകളെല്ലാം പൊട്ടിച്ച് മമ്മൂട്ടി മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള മികച്ച നല്ല സിനിമകൾ വരുന്നു. നേരത്തെ കണ്ട സിനിമ അടിച്ച് പൊളിച്ച് തുള്ളിക്കണ്ടിരുന്നാണെങ്കിൽ ഇത് അങ്ങനെയല്ല, സ്ലോ പേസിൽ വന്ന് വ്യത്യസ്തത പുലർത്തുന്ന സിനിമ എന്നാണ് പറയുന്നത്. എല്ലാ സിനിമയും ഒരുപോലെ ഇരിക്കുകയാണെങ്കിൽ പഴയ സിനിമ കണ്ടാൽ പോരെ എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെ വായും പൊളിച്ചിരിക്കേണ്ടി വരില്ലേ? അതുതന്നെയാണ് ഓരോ സിനിമയും വ്യത്യസ്തമാക്കുന്ന മമ്മൂട്ടി കമ്പനി നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു സിനിമ ഫ്ലോപ്പ് ആകുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഒട്ടുമിക്ക ആളുകൾക്കുമെങ്കിൽ ഇന്ന് അത് മാറുകയാണ്. വളരെ ലോ കോസ്റ്റിലാണ് സിനിമ ചെയ്തിരിക്കുന്നത്. സിനിമയുടെ പ്ലോട്ടും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ എറണാകുളം പരിസരങ്ങൾ മാത്രം ചുറ്റിപ്പറ്റിയുള്ള ഈ ഒരു സിനിമയ്ക്ക് വലിയ കോസ്റ്റ് ആയിട്ടില്ല എന്നറിയാം. കോസ്റ്റ് പ്രൊഡക്ഷൻ അത് അവർ കുറച്ചതാണെങ്കിൽ പോലും സിനിമയ്ക്ക് പബ്ലിസിറ്റിയും കൊടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യം. കാരണം ഹൈപ്പ് വന്നാൽ ഒരുപക്ഷെ ഈ സിനിമ ആ റേഞ്ചിലേക്ക് എത്തില്ല. കാരണം അത്രയ്ക്കുള്ള സംഭവങ്ങളാണ് സിനിമയിൽ കൊണ്ടുവന്നത്. പക്ഷേ മമ്മൂട്ടി എന്ന നടനെ കാണാനില്ല എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തിൽ എടുത്തു പറയാനുള്ളത്. അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന വ്യക്തിയെ കാണാനില്ല എന്ന് തന്നെ പറയാം. ഇതിനകത്തിൽ ഡൊമിനിക് തന്നെയാണ് നമുക്ക് ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് അത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു. സാധാരണ വേറെ ഒരാൾക്കും ഇങ്ങനെ ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ കഴിയാറില്ല. ഇങ്ങനെയല്ല, ഒരു ക്യാരക്ടറിലേക്ക് കയറാൻ കഴിയാറില്ല. ബാക്കി എല്ലാവരും അവരിലേക്ക് ക്യാരക്ടറിനെ കയറ്റുമ്പോൾ ഇവിടെ മമ്മൂട്ടി പലവട്ടം തെളിയിച്ചിരിക്കുന്നതാണ് അദ്ദേഹത്തിൽ നിന്ന് മാറി ക്യാരക്ടറിലേക്ക് കയറുന്ന ഒരു കാര്യം. അതിപ്പോൾ വടക്കൻ വീരഗാഥ മുതൽ ഇങ്ങോട്ട് ഏത് സിനിമ എടുത്ത് നോക്കിയാലും നല്ല നല്ല സിനിമ മമ്മൂട്ടി സിനിമകൾക്കെല്ലാം തന്നെ നമുക്ക് മമ്മൂട്ടിയെ കാണാറില്ല. ചില സിനിമകളിൽ മമ്മൂട്ടിയെ കാണാറുണ്ട്, അത് എല്ലാവർക്കും അങ്ങ് പിടിക്കാറുമില്ല. ഇതിൽ അത്ര ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള ഒരു പുതിയ നടനെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്താം. എന്തായാലും ഇന്ന് തിരക്ക് കൂടുന്നു സിനിമയ്ക്ക്. പലരും കമൻസിലൂടെ പറഞ്ഞ പോലെ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ ചുവന്ന് തൊടുത്തിട്ടില്ല ബുക്ക് മൈ ഷോ റിപ്പോർട്ടുകളെങ്കിൽ അത് ഫസ്റ്റ് ഷോ കഴിയട്ടെ, അത് കഴിയുമ്പോൾ ചുമന്നോളുമെന്ന് ചില കമൻസുകൾ വന്ന് അത് യാഥാർത്ഥ്യമാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ബുക്ക് മൈ ഷോ എടുത്തു നോക്കുക, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ള കാര്യം തന്നെയാണ്. മികച്ച രീതിയിലേക്ക് പോകട്ടെ, വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. 50 കോടി 100 കോടിയൊന്നും ഇവിടെ അവകാശവാദവുമായി ആരും വരാൻ പോകുന്നുമില്ല എന്ന് നമുക്ക് പറയാം. ഒപ്പം നല്ല ഒരു സിനിമ ചെറിയ ഒരു രീതിയിലേക്ക് വന്ന് നല്ല വിജയമായി മാറും എന്നുള്ള പ്രതീക്ഷയുമാണ്. കാത്തിരിക്കാം. നിങ്ങൾ എത്ര പേർ സിനിമ കണ്ടു ഒന്ന് കമൻസിലൂടെ പറയാം. ഫാൻ ബേസും കാര്യങ്ങളുമൊക്കെ മാറ്റിവെച്ച് നല്ല സിനിമയ്ക്കായി ചിന്തിക്കൂ. നല്ല സിനിമ ആണെങ്കിൽ അതിനെ അഭിപ്രായം പറയൂ. ഇവിടെ മമ്മൂട്ടി മോഹൻലാൽ ഫാൻ ബേസ് ആയി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത് അതൊരു ഗുണമില്ലാത്ത കാര്യം തന്നെയാണ്. കാലാഹരണപ്പെട്ടു. നമ്മൾ 5ലും 6ലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ 4ലും 5ലും ഒക്കെ പഠിക്കുന്ന കാലം മുതലേ തുടങ്ങിയ അഭ്യാസങ്ങളാണിത്. അത് ഇന്നത്തെ യൂത്തും അതേപോലെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് വലിയ രസമൊന്നുമില്ല. അതായത് നിങ്ങളൊക്കെ 2010നും 20 കിഡ്സുമൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ നൂതനമായ രീതിയിലേക്ക് വരിക, നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്യുക. ആ കാലങ്ങൾ കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ചെളിവാരി എറിയുന്ന പരിപാടികൾ നിർത്തുക. അത് മമ്മൂട്ടി ഫാനാണെങ്കിലും മോഹൻലാൽ ഫാനാണെങ്കിലും. കാരണം അവരെയും അഭിനയിക്കാൻ അനുവദിക്കുക. നല്ല നല്ല സിനിമകൾ അവർ ചെയ്യട്ടെ. നിങ്ങൾ കൂച്ചുവിലങ്ങിട്ട് അവരെ നശിപ്പിക്കാതിരിക്കുക. കാരണം ഇതേപോലെയുള്ള നല്ല 2 നടന്മാർ ഇന്ത്യയിൽ നമുക്ക് വേറെ ഇല്ല. ലോകത്ത് തന്നെ വളരെ വിരളമാണ്. അത് രണ്ടും മികച്ച നടന്മാർ വന്നിരിക്കുന്ന മലയാളത്തിലുമാണ്. അവരെ നിങ്ങൾ നശിപ്പിക്കാതിരിക്കുക. നിങ്ങളുടെ ഫാൻസ് ചിന്താഗതിയിലൂടെ കാത്തിരിക്കാം. അടുത്ത അപ്ഡേറ്റുകളുമായി വരാൻ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രീൻ മീഡിയാസ്.